ലോകം അതുവരെയും കാണാത്ത രീതിയിൽ ഒരു ആക്രമണം. അതായിരുന്നു 2024 ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ ഇസ്രയേൽ നടത്തിയ പേജർ ആക്രമണം. നൂറുകണക്കിന് പേജറുകളാണ് അന്ന് വിവിധയിടങ്ങളിൽ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചത്. ആ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടതും. എന്നാൽ ഹിസ്ബുള്ളയുടെ ഒരു ആയുധം ഇപ്പോൾ ഇസ്രയേലിനും തലവേദനയായിരിക്കുകയാണ്. പേജർ സ്ഫോടനങ്ങൾക്ക് മറുപടി എന്നോണം പുതിയ യുദ്ധതന്ത്രവുമായി എത്തുകയാണ് ഹിസ്ബുള്ള. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്ന ഫൈബർ ഓപ്റ്റിക് ക്വാഡ് കോപ്റ്റർ ഡ്രോണുകളാണ് ഇപ്പോൾ ഇസ്രയേൽ സൈനികർക്ക് ഭീഷണിയാകുന്നത്. ഇസ്രയേലിന് ഇരുട്ടടിയാകുന്ന ഹിസ്ബുള്ളയുടെ അദൃശ്യ ഡ്രോണുകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. സാധാരണ ഡ്രോണുകൾ വയർലെസ് സിഗ്നലുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡ്രോണുകൾ ഓപ്പറേറ്ററുമായി നേരിട്ട് ഒരു ഫൈബർ ഓപ്റ്റിക് കേബിൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. റേഡിയോ സിഗ്നലുകൾ ഇല്ലാത്തതിനാൽ ഇസ്രയേലിന്റെ ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങൾക്ക് ഇതിനെ തടയാനോ കണ്ടെത്താനോ കഴിയില്ല. ഇലക്ട്രോണിക് സിഗ്നലുകളുടെ അഭാവം മൂലം ഡ്രോണുകൾ എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് കണ്ടെത്തുക അസാധ്യമാണെന്ന് ഇസ്രയേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിലെ ഗവേഷകരാണ് പറഞ്ഞത്. ഡ്രോണുകളെ ഓപ്പറേറ്ററുമായി ബന്ധിപ്പിക്കുന്ന കേബിളിന് 15 കിലോമീറ്റർ വരെ നീളമുണ്ടാകും. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര നേർത്തതും ഭാരം കുറഞ്ഞതുമാണ് ഈ കേബിളുകൾ. ഓപ്പറേറ്റർക്ക് തത്സമയം കൃത്യമായ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനാൽ ലക്ഷ്യസ്ഥാനം കൃത്യമായി തകർക്കാൻ ഇതുവഴി സാധിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോയിൽ ഈ ഡ്രോണുകളുടെ പ്രഹരശേഷി വ്യക്തമാണ്. ഡ്രോൺ വരുന്നത് ശ്രദ്ധയിൽപ്പെടാത്ത ഇസ്രയേൽ സൈനികർക്ക് ഇടയിലേക്കാണ് ഇത് പതിക്കുന്നതും. ആക്രമണത്തിൽ 19 വയസ്സുകാരനായ സർജൻ ഇദാൻ ഫുക്സ് കൊല്ലപ്പെടുകയും നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിരുന്നു. പരിക്കേറ്റവരെ മാറ്റാനെത്തിയ ഹെലികോപ്റ്ററിന് നേരെയും ഹിസ്ബുള്ള ഡ്രോണുകൾ അയച്ചിരുന്നു. ഈ ഫൈബർ ഓപ്റ്റിക് ഡ്രോണുകൾ ആദ്യം പരീക്ഷിക്കപ്പെട്ടത് യുക്രൈനിലാണ്. റഷ്യൻ സേനയാണ് ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. ചൈനയിൽ നിന്നോ ഇറാനിൽ നിന്നോ ലഭിക്കുന്ന ഡ്രോണുകളിൽ ഗ്രനേഡുകളോ മറ്റ് സ്ഫോടക വസ്തുക്കളോ ഘടിപ്പിച്ചാണ് ഹിസ്ബുള്ള ഇത് തയ്യാറാക്കുന്നത്. താരതമ്യേന കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ അതീവ കൃത്യത ഉള്ളതുമായ ഈ ആയുധം ഇസ്രയേൽ സൈന്യത്തിന് വെല്ലുവിളി തന്നെയാണ്. ഇത്തരം ഡ്രോണുകളെ തടയാൻ വലകളും മറ്റു ഭൗതിക തടസ്സങ്ങളും ഇസ്രയേൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും ഫലപ്രദവുമല്ല. ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ഈ പുതിയ ഭീഷണിയെ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ച് ഇസ്രയേൽ സൈന്യം കൂടുതൽ പഠനങ്ങൾ നടത്തുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇതിനിടയിൽ ഇസ്രയേൽ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ് കമ്പനികളിൽ നിന്ന് 2 പുതിയ യുദ്ധവിമാന സ്ക്വാഡ്രണുകൾ വാങ്ങാൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ്. നൂറുകണക്കിന് കോടി ഡോളർ ചെലവ് വരുന്ന കരാർ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ വലിയൊരു കുതിച്ചുചാട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. ഷീൽഡ് ഓഫ് ഇസ്രയേൽ എന്ന നവീകരണ പദ്ധതിയുടെ ഭാഗമായി F-35, F-15IA എന്നീ ആധുനിക യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേൽ സ്വന്തമാക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 350 ബില്യൺ ഷെക്കൽ പ്രതിരോധ നവീകരണ പദ്ധതിയുടെ ആദ്യ ഘട്ടമായാണ് ഈ നീക്കം. ഒക്ടോബർ 7-ന് ശേഷം മാറിയ സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് സൈനിക ബജറ്റിലും യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവ് വരുത്താൻ ഇസ്രയേൽ തീരുമാനിച്ചത്. ഇതനുസരിച്ച് F-35 വിമാനങ്ങളുടെ എണ്ണം 50-ൽ നിന്ന് 100ആയും F-15IA വിമാനങ്ങൾ 25-ൽ നിന്ന് 50ആയും ഉയർത്തും. പുതിയ വിമാനങ്ങൾ എത്തുന്നതോടെ ഇസ്രയേൽ വ്യോമസേനയിൽ സാങ്കേതികമായ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. സ്വയം നിയന്ത്രിത വിമാന സംവിധാനങ്ങൾ, അടുത്ത തലമുറ പ്രതിരോധ കവചങ്ങൾ എന്നിവയ്ക്ക് പുറമെ ബഹിരാകാശ യുദ്ധതന്ത്രങ്ങൾ കൂടി ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും സേനയുടെ വിപുലീകരണം. ഇറാനുമായുള്ള സമീപകാല സംഘർഷങ്ങൾ വ്യോമശക്തിയുടെ പ്രാധാന്യവും US-ഉമായുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ അനിവാര്യതയും വ്യക്തമാക്കിയതായി ഇസ്രയേൽ പ്രതിരോധ വക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ആയുധ നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതിയോടൊപ്പം ഉണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നു. അത്യാധുനികമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുമുള്ള ഈ വിമാനങ്ങൾ 2030ഓടെ ഇസ്രയേൽ സേനയുടെ ഭാഗമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും പശ്ചിമേഷ്യയുടെ സമാധാനം നഷ്ടം വന്നിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം പുത്തൻ ആയുധ വാർത്തകൾ ലോകത്ത് കാര്യമായ ആശങ്ക ഒരുക്കുന്നു എന്നത് ഒരു വാസ്തവമാണ്.